പി.ആർ. ശിവശങ്കരൻ, കേരളത്തിൽ ഉടനീളം കാസർഗോഡ് നവകേരള സദസ്സ് തുടങ്ങുന്നു, കണ്ണൂർ ആദ്യത്തെ അടിപൊട്ടുന്നു, അതിനുശേഷം യൂത്ത് കോൺഗ്രസ് ഈ പറയുന്ന കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകും എന്നത് പ്രഖ്യാപിക്കുന്നു. എല്ലായിടത്തും കരിങ്കൊടി പ്രതിഷേധമുണ്ടാകുന്നു. ഡിവൈഎഫ്ഐ അതിനെ പ്രതിരോധിക്കാൻ ഇറങ്ങുന്നു. മുഖ്യമന്ത്രി അതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിളിക്കുന്നു. അങ്ങനെ ഇത് മുന്നോട്ട് പോകുന്നു. അതിനിടയിലാണ് മുഖ്യമന്ത്രിക്കെതിരെ ഷൂവെയർ ഉണ്ടാകുന്നത്. അത് പാടില്ലാത്ത ഒന്നാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമപ്രവർത്തകർക്കെതിരെ കേസ് എടുക്കുന്നു. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ മഹിളാ മോർച്ച പ്രവർത്തകർ അവർ DGP ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് കവർ ചെയ്ത മാധ്യമപ്രവർത്തകർക്കെതിരെ 4 പേർക്കെതിരെ കേസുണ്ടാകുന്നു. ഞാൻ ചോദിക്കുന്ന കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് കേരളത്തിലുണ്ടാകുന്ന സംഭവഗതികൾ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരു മുൻകൂർ ജാമ്യം അടിയന്തരമാണോ? ഏത് സമയത്ത് എവിടെ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെടും? ഏത് സമയത്ത് അവനവൻ്റെ പ്രൈവസിയുടെ ഭാഗമായ ഫോൺ പോലീസ് പിടിച്ചെടുക്കും? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവരും തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെയാണ് ആത്മധൈര്യത്തോടെ തൊഴിലെടുത്ത് ജീവിക്കുക എന്ന ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. അത് ഞാനൊരു തിരുത്ത് അതിന് തരുന്നു. സംസ്ഥാനത്തെ മാധ്യമപ്രവർത്തകർക്ക് സംസ്ഥാന ഭരണകൂടത്തിനെതിരെയോ ഭരണകക്ഷികൾക്കെതിരെയോ ഭരണകക്ഷിയുടെ ഏതെങ്കിലും പാർട്ടികൾക്കെതിരെയോ എന്തെങ്കിലും വാർത്ത കൊടുക്കണമെങ്കിൽ അത് CPMൻ്റെ പാർട്ടി ഓഫീസിൽ നിന്നോ AKG സെൻറ്ററിൽ നിന്നോ കൃത്യമായ ഒരു അനുവാദം കിട്ടിയിട്ട് വേണം. അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള വാർത്തകൾ കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ അവർക്കെതിരെ കേസ് വരും, അല്ലെങ്കിൽ ശാരീരികമായ ആക്രമണം നേരിടേണ്ടി വരും, അല്ലെങ്കിൽ കോടതിയിൽ കയറിയിറങ്ങി അവരുടെ ജീവിതം അവസാനിക്കേണ്ടി വരും. ഇത് ആദ്യത്തെ കാര്യമല്ല. ഇപ്പോൾ 24-ലെ ആ കുട്ടിയുടെ കാര്യം ആദ്യത്തെ അല്ല. അതിനു മുമ്പ് ഏഷ്യാനെറ്റിലെ ഒരു കുട്ടിക്കെതിരെ ഉണ്ടായിരുന്നു. മാതൃഭൂമിക്കും അതേപോലെ തന്നെ മറ്റുള്ള എല്ലാവർക്കുമെതിരെ ഇത്തരത്തിലുള്ള ആരോപണം വരുന്നു. ഞാൻ അതിൻ്റെ കാര്യം ഞാൻ നിരന്തരമായി ഈ സംസ്ഥാനത്ത് കുറച്ചു നാളായി മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ, അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയും, എനിക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ലൈവായിട്ട് ഏഷ്യാനെറ്റിൻ്റെ ഷാജഹാന് നേരെയൊക്കെ ഭീഷണി മുഴക്കിയ കണ്ണൂരത്തൊക്കെ നേതാക്കൾ കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ട്. അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം അറിയാവുന്നവർക്ക് പാർട്ടിക്കെതിരെ വാർത്ത കൊടുക്കുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ പിറകിൽ അല്ലെങ്കിൽ അതിന് പുറകെ വരുന്ന ഒരു സംവിധാനം, അല്ലെങ്കിൽ അത് ഭരണത്തിലാണെങ്കിൽ പോലീസിനെ കൊണ്ടും അല്ലെങ്കിൽ ശാരീരികമായും ഉണ്ടാകുന്ന ആക്രമണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് മാധ്യമപ്രവർത്തകർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുന്നേറുന്നത്. ഇത്തരം ഈ ഭരണകൂടത്തിൻ്റെ നീതികേടിനെതിരെ പടപൊരുതുവാൻ അവർ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം കൂടെ ഉണ്ടാവും, ഒരു സംശയമില്ല. അത് കൂടെ നിൽക്കേണ്ടത് തന്നെയാണ്. ഞാൻ മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ചാനൽ ചർച്ച പോലും നോക്കൂ. 2 യുവ സുഹൃത്തുക്കൾ അവരന്യോന്യം ശാരീരികമായി വെല്ലുവിളിക്കുകയാണ് ഈ ചർച്ചയിലിരുന്ന് പോലും. ഞങ്ങളാണ് കൂടുതൽ വലിയ തല്ലുകാർ, ഞങ്ങൾ തിരിച്ചു തല്ലും. ഇതൊന്നും ഒരു ചർച്ചയുടെ ഒരു മറ്റ് എന്തൊക്കെ പറഞ്ഞാലും ഇത്തരത്തിലുള്ള ചർച്ചകളാണ് കേരളത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യം. അതിനെ തകർക്കുന്ന രീതിയിൽ അന്യോന്യം വെല്ലുവിളിക്കുന്ന രീതിയിൽ പാടില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 2 യാത്ര ഇതൊരു പൊളിറ്റിക്കൽ പരിഹാസം. പ്രധാനപ്പെട്ട നേതാക്കൾ, കേരളത്തിലെ രാഷ്ട്രീയത്തിലെ തലയെടുപ്പുള്ള നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുന്ന കേട്ടില്ലേ? ഞാൻ കേട്ടു. അല്ല, അത് വീണ്ടും യുവാക്കൾ വന്ന് ഒരു ചാനൽ ചർച്ചയിൽ ഒരു പബ്ലിക് യോഗമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ പറഞ്ഞു പോയേക്കാം ആവേശത്തിൻ്റെ പുറത്ത്. പക്ഷേ അതിനെ ഇങ്ങോട്ട് ക്യാരി ഓവർ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അത് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേട്ടോ. അതിനുള്ള ജനാധിപത്യ അവകാശം ധ്വംസിക്കാറൊന്നും ഞാനില്ല. അവർക്ക് തീർച്ചയായിട്ടും പറയാം അതാണ് ശരി, അതാണ് മാതൃക എങ്കിൽ അവർക്ക് പറയാം. അതിനെ ശരിയെന്നുണ്ടെങ്കിൽ മാധുവിനെ സപ്പോർട്ടും ചെയ്യാം. ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ ഈ യാത്രയുടെ കാര്യം സംബന്ധിച്ച് ഞാൻ മാധ്യമപ്രവർത്തകരുടെ കാര്യത്തിലേക്ക് വരാം. ഈ യാത്രയുടെ കാര്യത്തിൽ ഇതൊരു പരിഹാസി യാത്രയായി, പൂർണ്ണമായും പരിഹാസി യാത്രയായി. ഇതൊരു സർക്കാർ യാത്രയല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി. അത്തരത്തിൽ ഈ യാത്രയെ തകർക്കുന്ന, ഇപ്പം പറഞ്ഞല്ലോ നവകേരളം സൃഷ്ടിക്കുവാനാണ് ഈ യാത്ര എന്ന് പറഞ്ഞിരുന്നു. ഈ നവകേരളത്തെക്കുറിച്ച് എന്ത് പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടാണ് ഇത്രയും നാൾ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി യാത്ര ചെയ്തിട്ട് ഇന്നെങ്കിലും അദ്ദേഹം മുന്നോട്ട് വെച്ചത്? ദേശാഭിമാനി ഞാൻ വായിച്ചു കഴിഞ്ഞ 3-4 ദിവസമായിട്ട്. ഇന്നത്തെ പത്രത്തിൽ പോലും വിവിധ മേഖലകളിൽ കാലാനുസൃതമായ മാറ്റം കേരളം ആഗ്രഹിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായി ദേശാഭിമാനി പോലും റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. എന്നിട്ടും അതിനെതിരെ അതിൽ പറയുന്നത് രാജ്യം കടക്കണിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ വിശപ്പിൻ്റെ വിളിയിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയാൻ അദ്ദേഹം ശ്രമിച്ചു. അല്ലാണ്ട് പോസിറ്റീവായിട്ടൊരു കാഴ്ചപ്പാട് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ നടത്തിയിട്ടില്ല. മറ്റു മന്ത്രിമാർ നടത്തുന്നതെല്ലാം ഒരു വക ഇവിടുത്തെ മുഖ്യമന്ത്രിയെ പുകഴ്ത്തുവാനുള്ള വാഴ്ത്തുപാട്ട് നടത്തുന്ന പാണന്മാരായി സംസ്ഥാനത്തെ മന്ത്രിമാർ മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രിയാണെങ്കിൽ നമ്മൾ മെയിൽ ഷോവാനിസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ട്. ഹീസ് ബിക്കം എ പൊളിറ്റിക്കൽ ഷോവാനിസ്റ്റ്.
അദ്ദേഹം പറയുന്നതും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി മാത്രം ചെയ്യുന്നതുമാണ് ശരി എന്നുള്ള ഒരു പൊളിറ്റിക്കൽ ഷവാനിസം, ഒരു മാനറിസം, അങ്ങനെ ഒരു മാനറിസം വളർത്തിക്കൊണ്ട് ഭീഷണി വളർത്തുവാനാണ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. ഇതെല്ലാം ഒരു കേരളത്തിന് യോജിച്ചതാണോ എന്ന് നിശ്ചയിക്കട്ടെ. ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിക്കാം. സത്യത്തിൽ ഇന്ന് കേരളത്തിൻ്റെ ജനാധിപത്യ കേരളത്തിൻ്റെ ഹൃദയവും മനസ്സും തലയും ഏറ്റവും താഴെ പാതാളത്തിലേക്ക് പോകേണ്ട ദിവസമാണ്. ഒരു ആദിവാസി പെൺകുട്ടി, 18 വയസ്സുള്ള പെൺകുട്ടി മരുന്ന് കിട്ടാണ്ട് അട്ടപ്പാടിയിൽ മരിച്ചിരിക്കുന്നു. മരുന്ന് കിട്ടാണ്ട്, അരിവാൾ രോഗം. ആ അരിവാൾ രോഗത്തിന് മരുന്നിൻ്റെ വില ഹൈഡ്രോക്സ്യൂറിയ വെറും 10 രൂപ. ഒരു മാസമായി മരുന്നില്ല. ആ കുട്ടി വേദന കൊണ്ട് മരിച്ചിരിക്കുന്നു. അതിൻ്റെ വേദന പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത്തരത്തിലുള്ള വേദന കൊണ്ട് മരിച്ച അരിവാൾ അസുഖം എന്ന് പറയുന്ന സിക്കിൾ സെൽ അനീമിയ എന്നുള്ള അസുഖം കൊണ്ട് മരിക്കുന്ന കുട്ടി, ആ കുട്ടിക്ക് മാതൃഭൂമി നന്നായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ അതിനെക്കുറിച്ചല്ലേ ഇന്ന് ചർച്ച ചെയ്യണ്ടേ? കേരളത്തിലെ ഒരു ആദിവാസി മരുന്ന് കിട്ടാണ്ട് മരിച്ചിട്ട് ഞാനാണ് വലുത്, ഞാനാണ് വലിയ തല്ലുകാരനെന്ന് ചർച്ച ചെയ്യുന്ന യുവജന പ്രസ്ഥാനങ്ങളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് എനിക്ക് വലിയ പരാതിയുണ്ട്, വിഷമമുണ്ട്, സങ്കടമുണ്ട്. പൊട്ടിക്കരഞ്ഞുകൊണ്ടേ ഇത് പറയാൻ പറ്റുള്ളൂ. ഒരു ആദിവാസി പെൺകുട്ടിക്ക്, 18 വയസ്സുള്ള പെൺകുട്ടിക്ക് മരുന്ന് നൽകുവാൻ കഴിയാത്ത സർക്കാർ വെറും 10 രൂപയുടെ മരുന്ന്, ഒരു സ്ട്രിപ്പിന് 120 രൂപയെ വലിയ ചാനലുകൾ, ഇത്തരം IT ഫോർമാറ്റിലുള്ളൂ, ഓൺലൈനിലുള്ളൂ. വെറും 5 രൂപയോ 10 രൂപ കൊടുത്താൽ ഈ സർക്കാരിന് കിട്ടുമായിരുന്നു. ആ കുട്ടിയെ മരണത്തിന് തള്ളിവിട്ടിട്ട് ഇവിടെ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് തുല്യമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇവിടുത്തെ മുഖ്യമന്ത്രിയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെ ഞാൻ വിളിച്ച പേരല്ല വിളിക്കേണ്ടത് മാധു, അതിനേക്കാൾ വലിയ പേരാണ്. ഈ സമരം, ഈ വലിയ സമരങ്ങൾ ഇത്തരത്തെ യുവാക്കൾ നടത്തേണ്ടത് ഈ പറയുന്ന രാധാകൃഷ്ണന്റെയും മന്ത്രി വീണ ജോർജിന്റെയും വീട്ടിലേക്കായിരുന്നു. ആ വീടുകളാണ് തകർക്കപ്പെടേണ്ടത്, അവരാണ് രാജിവെക്കേണ്ടത്, അതിനാണ് സമരം നടക്കേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ അത് നടന്നില്ല. അതുകൊണ്ട് ഈ കേരളത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷിയും ഒരുമിച്ച് വെറുപ്പുളവാക്കുന്നു ഈ ജനങ്ങൾക്ക്. അവർ എഴുന്നേറ്റ് നിന്ന് കഴിവുകേടാണ് കാണിക്കുന്നത്. അവർ അന്യോന്യം ഉയർത്തി കാണിക്കുന്നത് അവരുടെ കഴിവുകേടും മനുഷ്യത്വയും ഇല്ലായ്മയാണ്. ഇവിടെ കർഷകർ ആത്മഹത്യ ചെയ്യുന്നു, ജനങ്ങൾ മരുന്നില്ലാണ്ട്. ഇപ്പോൾ ഇൻസുലിനില്ല അഗളിയിലും കോട്ടപ്പുറം ട്രൈബൽ മെഡിക്കൽസിലും. ഞാൻ ഇന്ന് അന്വേഷിച്ചു, എത്ര മാസമായി ഇൻസുലിനില്ല, കുട്ടികൾക്ക് കൊടുക്കാൻ മരുന്നില്ല, പല കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെള്ളമില്ല. ഇത്തരത്തിലുള്ള ആശുപത്രികളപ്പോഴാണ് നവകേരളം സൃഷ്ടിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒരു സർക്കാരിന് ഒരു മാന്യതയും ഇല്ലാതായി മാറിയിരിക്കുന്നു. മെയിൽ ഷവാനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് പൊളിറ്റിക്കൽ ഷവാനിസ്റ്റായി ഈ മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു. രാഷ്ട്രീയമായി ഇവിടുത്തെ പ്രതിപക്ഷവും തകർന്നിരിക്കുന്നു.